ഇപ്പോൾ പാമ്പ് കടിയേറ്റ് ഇപ്പം പ്രത്യേകിച്ചും കുട്ടികൾ ഇന്നും ഒരു മരണം ചിറയൻകുയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇത്തിരി പരിഭ്രാന്തിയിലാണ്. പാമ്പ് എല്ലാ കാലത്തും ചൂട് കൂടുമ്പോൾ പാമ്പ് അധികം പുറത്തു വരികയും പാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരിഭ്രാന്തി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാമ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽ പരിചിതമായ ഒരു ജന്തുവാണ്. പാമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പാമ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പാമ്പിനെ നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമുക്കൊരു ഭീതിയും കൂടെ ഉണ്ടാവുന്നതാണ് പാമ്പ്. നമ്മളെ ചിലപ്പം കുട്ടിക്കാലത്ത് പേടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കൽ പാമ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത? മറ്റ് ജീവികളിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? മാത്രമല്ല, എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? പാമ്പുകൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ജീവിയാണ്. നമ്മുടെ ഇപ്പം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മുടെ പല തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പാമ്പുകൾ പല രീതിയിൽ വരുന്നുണ്ട്. ശാരീരികമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളെപ്പോലെ നമുക്ക് സ്വതന്ത്രമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പാമ്പുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, കൈകാലുകളില്ലാത്ത ഒരു ശരീരമാണ്. അപ്പം നടക്കാനോ ഓടാനോ ഒന്നും പറ്റില്ല. ആരെങ്കിലും ഒരു വടിയെടുത്ത് തലക്കടിച്ചാലും കൈ കൊണ്ടൊന്ന് തടയാനോ ഒന്നും പറ്റില്ല. നമുക്കാണെങ്കിൽ കൈ കൊണ്ട് തടയാനും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനും ഒക്കെ പറ്റും. ഇവയ്ക്ക് ഇഴഞ്ഞ് മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ. ആഹാരത്തിന്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാറ്റഗറിയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അവർ ഈ ഇര പിടിക്കുന്നു, അതിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങുന്നു, പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇര പിടിക്കുന്നത്. പിന്നുള്ള പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മുടെ മനുഷ്യരായാലും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കരുതലോടുകൂടി വളർത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവരെ മറ്റ് ശത്രുക്കളൊന്നും ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കുന്നു, അവരെ ജീവിതം പഠിപ്പിക്കുന്നു. ഇതിപ്പോൾ പൂച്ചയിലും കോഴിയിലും പക്ഷികളിലും അല്ലെങ്കിൽ ആടുമാടിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗമാണ് പാമ്പുകൾ അല്ലെങ്കിൽ ഉരകങ്ങൾ. ഇപ്പൊ കടലാമയായാലും കരയിൽ കയറി മുട്ടയിട്ടിട്ട് അമ്മയാമ അങ്ങ് പോകും. പിന്നീട് എപ്പോഴെങ്കിലും മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ തന്നെത്താനെ ആണ് ജീവിക്കുന്നത്. ഒരു തരത്തിലും ഒരു പാരന്റൽ കെയർ ഒന്നും കിട്ടുന്നില്ല. പാമ്പുകളും അങ്ങനെ തന്നെയാണ്. പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുകളുണ്ട്, പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അമ്മ അല്ലെങ്കിൽ അച്ഛൻ അതിനെ കൊണ്ട് നടന്ന് ജീവിതം പഠിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള തരത്തിലുള്ള പരിമിതികൾ, ഇങ്ങനെ ഒരുപാട് പരിമിതികളോടുകൂടി ശാരീരികമായ പ്രത്യേകതകളോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. പലപ്പോഴും പാമ്പുകളോടുള്ള ഭയം ബേസിക്കലി നമുക്കെല്ലാം ഉള്ളതാണ്. പ്രൈമേറ്റ്സിനൊക്കെ ഉണ്ട്. കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികൾക്ക് മനുഷ്യരുൾപ്പെടെ പാമ്പുകളെ ഭയമാണ്. ചിലപ്പോൾ പാമ്പുകളെ പറ്റി എന്തെങ്കിലുമൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാകുന്നതൊന്നുമല്ല, ജന്മന തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ പാമ്പുകൾ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ജീവികളാണ്. പ്രത്യേകിച്ച് എലികളുടെ അതുപോലുള്ള ജീവികളുടെയൊക്കെ എണ്ണം കൺട്രോൾ ചെയ്യുന്നതിൽ പാമ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചില ചെറിയ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അവ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ ബാലൻസിൽ എത്രത്തോളം സുപ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2025 ഏപ്രിൽ മുതൽ 26 മാർച്ച് വരെയുള്ള കാലയളവിൽ 18 പേരാണ് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇതേ കാലയളവിൽ 362 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. അപ്പൊ എലികളുടെ എണ്ണമൊക്കെ ക്രമാതീതമായി പെരുകാതെ നിയന്ത്രിക്കുന്നതിൽ പലതരത്തിൽപ്പെട്ട പാമ്പുകൾക്ക് വളരെ സുപ്രധാനമായ പങ്കുണ്ട്. പാമ്പുകൾ തമ്മിൽ കഴിക്കുന്നു. പാമ്പുകളെ ആഹാരമാക്കുന്ന ഒരുപാട് ഉപ്പനും പരുന്തുവർഗ്ഗങ്ങളും മൂങ്ങവർഗ്ഗങ്ങളും മയിലും പൊന്മാൻ ഉൾപ്പെടെയുള്ള പക്ഷികളൊക്കെ പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. കീരിയും പൂച്ചയും പോലുള്ള മറ്റു ജീവികളും പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. പാമ്പുകൾ എലികളെയും തവളകളെയും അതുപോലെ മറ്റു പല ജീവികളെയും നിയന്ത്രിക്കുന്നുണ്ട്. തമ്മിൽ തന്നെ പാമ്പുകൾ ആഹാരമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം രാജവെമ്പാല കഴിക്കുന്നത് പ്രധാനമായും മറ്റു പാമ്പുകളെ തന്നെയാണ്. മൂർഖനും ചേരയും വെള്ളിക്കെട്ടനും അതുപോലുള്ള പല പാമ്പുകളും മറ്റു പാമ്പുകളെ കഴിക്കാറുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും അധികം അറിയാത്ത കാര്യമാണ്. ചേര നമ്മുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിസരത്തൊക്കെ വന്നു വിടുന്ന കുഞ്ഞു പാമ്പുകളൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കും. ചേര എന്തുകൊണ്ടും നമ്മുടെ പരിസരത്തുണ്ടാവേണ്ടത് നമുക്കൊരു വളരെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പാരിസ്ഥിതികമായ പ്രാധാന്യങ്ങളും പാരിസ്ഥിതിക കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് പാമ്പുകൾ. ഇപ്പോഴത്തെ ഈ ഒരു സീസണിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. ഇപ്പൊ നമ്മള് AC ഒന്നുമില്ല, ഫാനൊന്നും ഇല്ലാത്ത ഒരു കോൺക്രീറ്റ് വീടിനകത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 11 മണിക്കോ 12 മണിക്കോ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു. വാതിലും ജനാലയൊക്കെ തുറന്നിട്ട് അല്പം കാറ്റ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കും. അത്രത്തോളം ചൂടാണ്. അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒന്ന് പോയി ഒന്ന് ശരീരം ഒന്ന് തണുപ്പിക്കണമെന്ന് നമുക്ക് തോന്നും. അത്രത്തോളം നമുക്ക് മലയാളികൾക്ക് അനുഭവിച്ച് പരിചയമില്ലാത്ത രീതിയിലുള്ള കടുത്ത ചൂടാണ്. ഇതേ അവസ്ഥ പാമ്പുകൾക്കും ഉണ്ട്. അപ്പൊ നമ്മളെക്കാൾ ഉപരി നമുക്കിപ്പം ചൂട് കൂടി കഴിഞ്ഞാൽ വേർത്ത് ശരീരം തണുപ്പിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പല ജീവികളും പല രീതിയിലാണ്. ഇപ്പൊ വലിയ ആന
വലിയ മുറം പോലത്തെ ചെവി ഇങ്ങനെ വീശിയിട്ടും, അല്ലെങ്കിൽ വെള്ളം ഉള്ളിടത്താണെങ്കിൽ വെള്ളം കോരി ദേഹത്തേക്ക് ഒഴിച്ചിട്ടും, അതില്ലാന്നുണ്ടെങ്കിൽ മണ്ണ് കുത്തി ഇളക്കിയിട്ട് ആ മണ്ണ് വാരി ദേഹത്തേക്ക് ഇട്ടിട്ടും ഒക്കെ ശരീരം തണുപ്പിക്കാറുണ്ട്. പാമ്പുകൾക്ക് ഇതൊന്നും പറ്റില്ല. മാത്രമല്ല ഇത് ശീതരക്ത ജീവികൾ കൂടിയാണ് പാമ്പുകൾ. അപ്പോൾ അവയുടെ ശരീരം തണുപ്പിക്കാനുള്ള ബയോളജിക്കലായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. അവയ്ക്ക് പുറത്തു വരിക, തണുപ്പ് കൂടിയ സമയത്താണെങ്കിലും പുറത്തു വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ആ ഒരു ചൂട് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പം മഴക്കാലത്തും ചൂട് കാലത്തും ഇത് കൂടുതലായിട്ട് പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഈ കടുത്ത ചൂടെന്ന് പറഞ്ഞാൽ ജീവികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പൊതുവെ പാമ്പുകൾ ഒളിയിടങ്ങളിലും മാളങ്ങൾക്കുള്ളിലും ഒക്കെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. അതൊരു ഇരയെ പിടിക്കാൻ വേണ്ടിയോ ഒക്കെ മാത്രമേ അത് പുറത്തിറങ്ങുള്ളൂ, അല്ലെങ്കിൽ എണ്ണ ചേരാൻ വേണ്ടിയൊക്കെ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. പക്ഷേ ഈ ചൂട് കാരണം പുറത്തിറങ്ങുന്നത്, അതിന് ഈ സ്ട്രെസ് കാരണം പുറത്തിറങ്ങുമ്പോൾ അതിന് ഒരു എന്താണ് അഗ്രഷൻ കൂടുതലായിരിക്കും. സാധാരണ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രുവിനെയോ കണ്ടു കഴിഞ്ഞാൽ ഓടി അതിന്റെ മാളത്തിലേക്ക് തിരിച്ചു കയറുന്ന പാമ്പ് ഈ ഒരു സ്ട്രെസ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതോടൊപ്പം ഓവർലാപ്പ് ചെയ്തു വരുന്ന മറ്റൊരു സംഗതി കടുത്ത ചൂട്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സീസൺ, ഈ ഒരു സീസൺ കൂടി ഇതിനോടൊപ്പം ഓവർലാപ്പ് ചെയ്തു വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അച്ഛനും അമ്മയും ആ ഒരു തണലിലും കരുതലിലും ജീവിക്കുന്ന ജീവികളല്ല, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്നതല്ല. ജനിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ ജീവിക്കുക എന്നുള്ളതാണ് അവയുടെ ഒരു രീതി. അപ്പോൾ ഒരു പാമ്പ് ഒരു 10-30 മുട്ടയിട്ടിട്ട് പോയി, മുട്ടയിടുന്ന ഒരു പാമ്പാണ്, മൂർഖം പാമ്പാണെന്ന് വെക്കുക. ആ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് അവർ വിരിഞ്ഞു വരുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അതായത് സുരക്ഷിതമായ ഒളിയിടങ്ങൾ കണ്ടെത്തി ഇരയുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ ഒരു സഞ്ചാരം ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇത് തുടർച്ചയായിട്ടുണ്ടാവും, പറ്റിയ സ്ഥലം കണ്ടെത്തുന്ന ഇടം വരെ. അതിനിടയ്ക്ക് അവ എന്ത് ചെയ്യും? അവ ഇങ്ങനെ നമ്മുടെ വീടുകൾക്കുള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ ഒക്കെ, വീടിനുള്ളിൽ കൂടുതലും പാമ്പ് എത്തിപ്പെടുന്നത് ചിലപ്പോൾ ഒരു പല്ലിയെ പിന്തുടർന്ന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരജീവിയെ പിന്തുടർന്ന് വരുന്നതായിരിക്കാം. വീടിന്റെ മുറ്റത്തൊക്കെ എത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തണുപ്പും തണലും ഒക്കെ അതിനെ ആകർഷിക്കുന്ന സംഗതികളാണ്. ഹൈഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പുകൾ അവിടേക്ക് ആകർഷിക്കാം. 2 ഇരജീവികൾ ഉണ്ടെങ്കിൽ ആകർഷിക്കാം. അപ്പോൾ ഹൈഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പൊത്തുകളും മാളങ്ങളും, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കും. തണുപ്പും തണലുമുള്ള സ്ഥലങ്ങളൊക്കെ ആകർഷിക്കും. അപ്പോൾ വീടിന്റെ മുറ്റത്ത് നമ്മളൊരു പുൽത്തകടി, ഒരു ലോണൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും അത് നനയ്ക്കും, അതിനെപ്പോഴും ഒരു പച്ചപ്പുണ്ടാവും, അവിടെ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പാമ്പുകൾ. കുട്ടികളുടെ ഷൂ ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുണ്ട മാളം പോലെ ഇരിക്കും. അപ്പോൾ ഈ കുഞ്ഞു പാമ്പ് അതിനകത്ത് കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീട്ടിലേക്ക് ഉള്ള എൻട്രി പോയിന്റ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പാമ്പുകൾക്ക് കയറാൻ സാധ്യതയുള്ള എൻട്രീസ്, വീട് പകൽ സമയങ്ങളിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുറന്ന വാതിലിലൂടെ പാമ്പുകൾക്കകത്തേക്ക് കയറാം. ചിലപ്പോൾ ഒരു പല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ പല വീടുകൾക്കും വാതിലിന്റെ താഴ്വശത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അടിയിൽ കട്ടളപ്പടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ പാമ്പിന് അകത്ത് കയറാം. കട്ടളപ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സേഫ് ആണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞു പാമ്പുകളെയൊക്കെ കാണുന്ന സീസണിൽ അത്തരം ഗ്യാപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ മറ്റോ മേടിച്ചിട്ടിട്ട് ആ ഗ്യാപ്പ് അങ്ങ് അടയ്ക്കുക എന്നുള്ളതാണ്. വള്ളിച്ചെടികളൊക്കെ വളർത്തുന്ന ഓർണമെന്റൽ പ്ലാന്റ്സ്, ഇപ്പോൾ ബൊഗൈൻവില്ല അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട്, മണി പ്ലാന്റ്, മുന്തിരിവള്ളി, ഇത്തരത്തിലുള്ള പല വള്ളിച്ചെടികളും അതിലൂടെ കയറി വരാൻ പറ്റുന്ന പാമ്പുകളുണ്ട്. വെള്ളിക്കെട്ടൻ, മൂർഖൻ പോലുള്ള പാമ്പുകൾ, ചേരയൊക്കെ നന്നായിട്ട് മരം കയറാനും വള്ളികളിലൂടെ കയറി വരാനും പറ്റുന്ന പാമ്പുകളാണ്. അതിലൂടെ കയറി വീട്ടിനകത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എൻട്രി ഇല്ലാതിരുന്നാൽ മതി. ചെടികൾ വളർത്തുന്നതിന് പ്രശ്നമില്ല. അതായത് എയർ ഹോളിലേക്ക് അത് തട്ടി നിൽക്കുന്നു, ജനാലുമായി തട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ വാതിലിലേക്ക് തട്ടി നിൽക്കുന്നു, വെന്റിലേറ്ററുമായി തട്ടി നിൽക്കുന്നു. അത്തരത്തിലുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. മരങ്ങളായാലും ശരിയാ, മരങ്ങളുടെ ചില്ലകളൊക്കെ ഇത്തരത്തിലുള്ള എൻട്രീസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അതൊക്കെ ഇത് ചെയ്യുക. പിന്നെ ഈ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, നിർമ്മാണ വസ്തുക്കളൊക്കെ, ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിരിക്കുക, തേങ്ങയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്തൊക്കെ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വിറകെടുക്കാൻ പോകുമ്പോഴൊക്കെ വെളിച്ചമുള്ളപ്പോൾ മാത്രം പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ ഇരകളുടെ സാന്നിധ്യവും പാമ്പുകളെ ആകർഷിക്കും. വീടിന്റെ പരിസരത്തൊക്കെ എലികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, എലികൾ കൂടുതലും വരാൻ കാരണമാകുന്നത് ഫുഡിന്റെ വേസ്റ്റൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മൾ കൊണ്ട് ഒരു മൂലയ്ക്കൊക്കെ ഇടുമ്പോഴാണ്. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ എലികൾ വരും. ആ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡ് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്, എലികളെ ആകർഷിക്കാത്ത തരത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ചില വീടുകളിലൊക്കെ പക്ഷികളെയൊക്കെ വളർത്തും. പക്ഷികളും
പാമ്പുകളെ ആകർഷിക്കുന്ന ഇരജീവികളാണ്. പക്ഷികളെ പിടിക്കാനോ അല്ലെങ്കിൽ പക്ഷികൾ ഇടുന്ന മുട്ട എടുത്ത് കഴിക്കാൻ, ഇപ്പോൾ കോഴിയും കോഴിമുട്ട ഉണ്ടെങ്കിലും മൂർഖൻ പാമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പക്ഷികളെ വളർത്തുന്നതിന് പ്രശ്നമല്ല, പക്ഷെ ഈ തരത്തിലുള്ള ഒരു കരുതൽ പ്രത്യേകിച്ച് വേണം. അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയും ആ ഒരു കരുതൽ അത്തരം വീടുകളിൽ പ്രത്യേകിച്ച് വേണം. പിന്നെ മറ്റ് പെറ്റ്സ് ഉള്ള വീടുകളിലായാൽ പോലും, ഇപ്പൊ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വീടിന് ചുറ്റുമൊക്കെ കറങ്ങി നടക്കും. ഇപ്പം മറ്റ് ഈ നാടൻ പൂച്ച അല്ലാത്ത മറ്റു പൂച്ചകളാണെങ്കിൽ പോലും പുറത്തിറങ്ങിയിട്ട് അത് ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് അത് വീടിനകത്തേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കട്ടിലിലോ ബെഡ്റൂമിലോ ഒക്കെ കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാമ്പ് പുറത്തുനിന്ന് പാമ്പിനെ പിടിച്ച് പൂച്ച ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ അടുത്ത് വെച്ചിട്ട് ആ കുഞ്ഞ് പാമ്പിന്റെ കടിയേറ്റ് മരിച്ച സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളുകളുമായിട്ട്, കെട്ടിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറേ സംഗതികളാണ്. അത് കമേഴ്ഷ്യൽ ബിൽഡിങ്സ്, അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ഒഫീഷ്യൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മുൻകരുതലുകളാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ രാത്രി സമയങ്ങളിലാണെങ്കിൽ വെളിച്ചം കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടാവുക. സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ കരിയിലകളോ അല്ലെങ്കിൽ ചപ്പുചവറുകളോ കൊണ്ട് പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള, ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകളൊക്കെ ആയിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കുടുംബസമേതം കുട്ടികളൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് തിരിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വഴിയിലൂടെ നടന്നൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അമിതമായിട്ടുണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പം നിർബന്ധമായും വെളിച്ചം കയ്യിൽ കരുതുക. കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവർ പലപ്പോഴും ഈ അരികിലൂടെയൊക്കെ വഴിയുടെ കാട് പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ കരിയിലകൾ കിടക്കുന്ന വശത്തൂടെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവരെ മധ്യഭാഗത്തൂടെ തന്നെ ചേർത്ത് നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പാമ്പുകൾ നമ്മുടെ സ്പേസിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. അവയുടേതായ ഒരു പാരിസ്ഥിതിക പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അവയെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക. അവരങ്ങനെ നമ്മുടെ സ്പേസിലേക്ക് എത്താതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി.